ഓരോ ദേശത്തിനും ഓരോ കഥകളുണ്ട്, ഓരോ ഓർമ്മകളുണ്ട്. ചിലത് എഴുതി വെച്ചവ, ചിലത് നമ്മൾ കേട്ടവ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ചരിത്രവും ഇതിഹാസവും സംഗമിക്കുന്ന ഓർമ്മകളിൽ മറഞ്ഞുപോയ കഥകൾ നമുക്ക് ഓർത്തെടുക്കാം. ഇവിടെ നാം യാത്ര ചെയ്യുന്നത് കേരള ചരിത്രത്തിലൂടെയും പുണ്യപരമ്പരകളിലൂടെയും ഗ്രാമത്തിലെ കഥകളിലൂടെയും തലമുറകളെ പകർന്നിട്ട് ഐതിഹ്യങ്ങളിലൂടെയുമാണ്. അവ ദൂരെയുള്ള കഥകളായി കണ്ടല്ല, ഇന്നും നമ്മൾ ആരാണെന്ന് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന എക്കോകളായി തന്നെ. ഞാൻ വാണിപ്രഭ, ഒരു ശരാശരി മലയാളി. കേരളം, കേരളത്തിന്റെ സംസ്കാരം, ഭൂപ്രകൃതി, കാലാവസ്ഥ, കലകൾ, കഥകൾ, ഭക്ഷണം ഇവയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ശരാശരി മലയാളി. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, സ്കൂളിലോ കോളേജിലോ പോകുന്ന വിദ്യാർത്ഥിനികൾ, അറിവ് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർ, വിശ്രമജീവിതം ആസ്വദിക്കുന്ന നമ്മുടെ മുതിർന്ന തലമുറ, ജോലി വീട് വീട് ജോലി എന്ന താളത്തിൽ ബസ്, കാറ്, ട്രെയിൻ, മെട്രോ എന്നിവകളിൽ ദിവസത്തിന്റെ നല്ലൊരു ഭാഗം ചിലവഴിക്കുന്ന ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഫ്രം ഹോം ചെയ്യുന്നവർ, ആരുമാകട്ടെ, ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്ന മലയാളിയുമാകട്ടെ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നെങ്കിലുമൊക്കെ തോന്നിയിട്ടില്ലേ നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം? ഇന്ത്യ മഹാരാജ്യത്തിന്റെ 1.5% പോലും ഭൂപ്രദേശമില്ലാത്ത, എന്നാൽ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലും ജനസംഖ്യയുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം തോന്നിയിട്ടില്ലേ? അങ്ങനെ ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ പോഡ്കാസ്റ്റ് ഉടലെടുത്തത്. ഈ പോഡ്കാസ്റ്റിലൂടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്ന അറിവുകളുടെ ഒന്നും ഉടമസ്ഥാവകാശം എനിക്കില്ല. ഇവയെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പുസ്തകങ്ങൾ, ഇന്റർനെറ്റ് ഇവയിൽ നിന്നെല്ലാം തപ്പിയെടുത്ത് കോർത്തിണക്കിയവയാണ്. നിങ്ങൾ ഈ പോഡ്കാസ്റ്റിൽ കേൾക്കാൻ പോകുന്ന പലതും പുതിയ അറിവുകളൊന്നുമല്ല. അവയെല്ലാം എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവയാവാം. എന്നാൽ നമ്മളിൽ എത്ര പേർ സ്കൂളിൽ പഠിപ്പിച്ച പാഠങ്ങൾ ആഗ്രഹിച്ച് പഠിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് ചരിത്രം, അതായത് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. എങ്ങനെയെങ്കിലും കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതി അത് എന്നേക്കുമായി മറക്കുകയല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് പഠിപ്പിസ്റ്റുകളെക്കുറിച്ചല്ല കേട്ടോ, ഒരു ശരാശരി മലയാളിയെക്കുറിച്ചാണ്. കേരളത്തിന് പുറത്ത് ജനിച്ചു വളർന്ന ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരൊന്നും കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സുഹൃത്തിനോട് ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തെക്കുറിച്ച് തനിക്ക് എന്തറിയാമെന്ന് ചോദിച്ചു. ഉത്തരം വളരെ രസകരമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കേരളത്തെക്കുറിച്ച് ഒരു വിവരവുമില്ല. ആകെ അറിയാവുന്നത് കേരളം കാണാൻ നല്ല ഭംഗിയാണ്, ആഹാരം നല്ലതാണ്, എല്ലാ വർഷവും സമ്മർ വെക്കേഷന് കേരളത്തിലോട്ട് വരാൻ ഭയങ്കര താല്പര്യമായിരുന്നു കുട്ടിയായിരുന്നപ്പോൾ. പിന്നെ ചരിത്രത്തെക്കുറിച്ച് ആകെ അറിയാവുന്നത് അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുള്ള ചില കഥകളാണ്. അതൊക്കെ വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പരശുരാമൻ മഴുവെറിഞ്ഞ കഥയാണോ? ആ, അത് തന്നെ. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്ന കഥ മാത്രമാണ് കേരള ചരിത്രത്തെക്കുറിച്ച് എനിക്കറിയാമെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല. ഇങ്ങനെ അനുഭവമുള്ള ധാരാളം സുഹൃത്തുക്കൾ നമ്മൾക്ക് എല്ലാവർക്കുമുണ്ട്, അല്ലേ? അവര് മാത്രമല്ല, കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്നു, എന്നാൽ പഠിച്ചത് CBSE, NCERT പോലുള്ള സിലബസുകളാണെങ്കിൽ അവരും കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇതിൽ ഏത് വിഭാഗമാണെന്നുള്ളത് ഒരു വിഷയമേ അല്ല. ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ? എന്നാൽ ജോയിൻ മീ. ഇക്കോസ് ഓഫ് കേരള പോഡ്കാസ്റ്റിൽ ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളാണ്. ലെജൻസ് ദാറ്റ് എക്കോ എന്ന സീരീസ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഐതിഹ്യമാല കഥകളെ പ്രതിപാദിക്കുന്നതാണ്. അത് തന്നെ ഞാൻ ട്രാവൻകൂർ, മലബാർ ആൻഡ് കൊച്ചിൻ സീരീസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം, ചിലർക്ക് ട്രാവൻകൂർ ഏരിയയിലുള്ള കഥകളെക്കുറിച്ച് അറിയാനായിരിക്കും താല്പര്യം, ചിലർക്ക് മലബാർ കഥകളെക്കുറിച്ച് അറിയാനായിരിക്കും താല്പര്യം, മറ്റു ചിലർക്ക് കൊച്ചി കഥകളും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ട്രാവൻകൂർ സീരീസ്, മലബാർ സീരീസ്, കൊച്ചിൻ സീരീസ് എന്ന് വെവ്വേറെയായി തിരിച്ചിരിക്കുന്നത്. എക്കോസ് എക്രോസ് ഏജസ് എന്ന സീരീസ് കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ പഴയ ചരിത്രം തൊട്ട് ഞാനൊരു ടൈം സീരീസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആർട്ട് ഫോംസ് ദാറ്റ് എക്കോ എന്ന സീരീസ് കേരളത്തിലെ പ്രധാന കലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കേരളത്തിലെ പ്രധാന കലകൾ ഏതൊക്കെയാണ്? അവ എങ്ങനെ പ്രധാന കലകളായും അവയിലെ ഉദ്ഭവവും എവല്യൂഷനും എല്ലാം. എക്കോസ് ഫ്രം ദ ഡിവൈൻ കേരളത്തിലെ പ്രധാന ആരാധനാലയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരു ശരാശരി മലയാളി മാത്രമാണ്. ഒരു ഭാഷാ പണ്ഡിതയല്ല, ചരിത്ര ഗവേഷകയുമല്ല. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയിലും എനിക്ക് പകർന്നു കിട്ടിയ അറിവുകളിലും എന്തെങ്കിലും അപാകതയോ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലോ സാദരം ക്ഷമിക്കുക. അവ എന്നെ അറിയിക്കുന്ന പക്ഷം തിരുത്താൻ ഞാൻ മുൻകൈ എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും എന്നെ അറിയിക്കുക.
ചില വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കുന്നതിലും അഭികാമ്യം അതാത് വിഷയത്തിലെ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ സംസാരിക്കുന്നതാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടുമായിട്ട് ഇന്റർവ്യൂ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സാധ്യമാവാൻ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ഫോളോ എക്കോസ് ഓഫ് കേരള. താങ്ക് യു.